കരുവന്നൂർ കള്ളപ്പണ കേസിൽ സിപിഎമ്മിന്റെ ആസ്തി വിവരങ്ങൾ ശേഖരിച്ച ഇഡി പാർട്ടിയുടെ പേരിലുള്ള ഭൂസ്വത്തുക്കൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ, നിക്ഷേപങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ ഇഡി ശേഖരിച്ചിട്ടുണ്ട്. ഉന്നത സിപിഎം നേതാക്കളെ കേന്ദ്രീകരിച്ച് നീങ്ങുന്ന അന്വേഷണത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായ പി.കെ. ബിജുവിന് ഇന്ന് ഹാജരാകാൻ സമൻസുണ്ട്. ഹാജരാകുമെന്നാണ് ബിജു ഇഡിയെ അറിയിച്ചിട്ടുള്ളത്. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ അന്വേഷണം സിപിഎമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകളിലേക്കും നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്കും നീങ്ങുമ്പോഴാണ് സിപിഎമ്മിന്റെ ആസ്തി വിവരങ്ങളും ഇഡി ശേഖരിക്കുന്നത്. പാർട്ടിയുടെ തൃശൂർ ജില്ലയിലെ ആസ്തികളുടെ കണക്കുകൾ ഇഡി ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. സിപിഎമ്മിന്റെ സ്വന്തം പേരിലുള്ള ഭൂസ്വത്തുക്കൾ, ഓഫീസ് കെട്ടിടങ്ങൾ എന്നിവയുടെ വിവരങ്ങളാണ് ഇഡി പരിശോധിക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ ഇടപാടുകളിൽ സിപിഎമ്മിന് പണം ലഭിച്ചിട്ടുണ്ടോ എന്നും ഇങ്ങനെ ലഭിച്ച പണം ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടാൻ വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുമാണ് അന്വേഷിക്കുന്നത്. ഇതിനിടെ കള്ളപ്പണ ഇടപാടിൽ അന്വേഷണം കൂടുതൽ സിപിഎം നേതാക്കൾ എത്തുകയാണ്. സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ബിജു എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ഷാജിന് നാളെ ഹാജരാകാനും സമൻസുണ്ട്. കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച അന്വേഷണ സമിതി അംഗങ്ങളായിരുന്നു പി.കെ. ബിജുവും പി.കെ. ഷാജിനും. അന്വേഷണ സമിതി റിപ്പോർട്ട് ഇഡി ആവശ്യപ്പെട്ടിട്ടും തൃശൂർ ജില്ലാ സെക്രട്ടറി കൈമാറിയിരുന്നില്ല. സിപിഎമ്മിന് കരുവന്നൂർ ബാങ്കിൽ 5 അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ഇഡി കണ്ടെത്തിയിരുന്നു. ജനം, കൊച്ചി.